നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ബി.ജെ.പിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് എവിടെ സീറ്റ് നൽകും എന്നൊരു ചിന്താക്കുഴപ്പം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. സന്ദീപ് വാര്യർ ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടി അംഗത്വം എടുത്ത ഉടനെ തന്നെ KPCC ജനറൽ സെക്രട്ടറി ആകുക എന്നുള്ള വലിയ ഭാഗ്യം ലഭിച്ചയാളാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു സീറ്റിൻ്റെ ക്ലെയിമുണ്ട്. കാരണം KPCC ജനറൽ സെക്രട്ടറിമാരെല്ലാവരും അത്യാവശ്യം എല്ലാവരും തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നവരാണ്. ജയിച്ചാലും തോറ്റാലും അവർക്ക് മത്സരിക്കുന്നതിനൊരു ക്ലെയിമുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ രീതി. അങ്ങനെ KPCC ജനറൽ സെക്രട്ടറി ആയ സന്ദീപ് വാര്യർ ഈ സീറ്റിൽ നിന്ന് മത്സരിക്കും. സന്ദീപ് വാര്യരെ തൃശ്ശൂർ സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കണോ അതോ പാലക്കാട് സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കണോ എന്നുള്ളൊരു ചിന്താക്കുഴപ്പം കോൺഗ്രസിലുണ്ട്. സന്ദീപ് വാര്യരെ പാലക്കാട് നിന്ന് മത്സരിപ്പിക്കണമെന്നാണ് VD സതീശൻ്റെ ആഗ്രഹം. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് വലിയ കാരണമായി തീർന്നത് സന്ദീപ് വാര്യരുടെ BJPയിൽ നിന്നുള്ള കൂടുമാറ്റമായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ BJPയുടെ തലയ്ക്കുള്ള അടിയായിരുന്നു. കൃത്യസമയത്തിന് ഷാഫി പറമ്പലിനും കൂട്ടർക്കും സന്ദീപ് വാര്യരെ BJPയിൽ നിന്ന് ചാടിച്ച് കോൺഗ്രസിലെത്തിക്കാൻ കഴിഞ്ഞു. ഇത് വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തെ സഹായിച്ചു. സന്ദീപ് വാര്യരെ പോലെ പ്രഗത്ഭനായ മിടുക്കനായ വാഗ്മിയായ ഒരു നേതാവിനെ BJPയിൽ നിന്ന് കോൺഗ്രസിന് കിട്ടുക അത് അത്ര ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ബാധ്യതയാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ VD സതീശൻ അടക്കമുള്ള നേതാക്കളുടെ ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു. തനിക്ക് സീറ്റ് വേണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് സന്ദീപ് വാര്യർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് സീറ്റ് തനിക്ക് വേണമെന്നാണ് ശരിക്കും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സീറ്റ് കൊടുക്കാനുള്ള ഒരു നീക്കവും കോൺഗ്രസിൽ നിന്നുണ്ടായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അപവാദ ആരോപണം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, ഇനി അദ്ദേഹത്തിന് മത്സരിക്കാനായി പാലക്കാട് സീറ്റ് കൊടുക്കേണ്ട എന്നുള്ള ധാരണയിലേക്ക് നമ്മുടെ ഈ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാവരും എത്തിച്ചേർന്നു. എന്നാൽ ശക്തമായ നീക്കമാണ് ഷാഫി പറമ്പിൽ ഇതിനെതിരെ നടത്തിയത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലിരിക്കുമ്പോഴും നിയമസഭയിൽ വന്നതും അദ്ദേഹം ഇപ്പോൾ പാലക്കാട് തമ്പടിച്ച് അവിടെയുള്ള വിവിധ പരിപാടികളിൽ MLA എന്നുള്ള നിലയിൽ പങ്കെടുക്കുന്നതും. ഇതോടുകൂടി കോൺഗ്രസ് നേതൃത്വം പുലിവാൽ പിടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കുക ഇനി അത്ര എളുപ്പമല്ല. കൃത്യമായ നീക്കമാണ് കാര്യത്തിൽ ഷാഫിയും രാഹുലും ഒരുമിച്ച് ചേർന്ന് നടന്നത്. അപ്പോൾ പാലക്കാട് സീറ്റ് രാഹുലിന് തന്നെ നൽകേണ്ടി വന്നാൽ ഈ സന്ദീപ് വാര്യരെ അവിടെ കൊണ്ട് നിർത്തും. തൃശ്ശൂരിൽ ഒരുപക്ഷെ തൃശ്ശൂർ സീറ്റ് CPIയിൽ നിന്ന് CPM ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ കടുത്ത മത്സരമുണ്ടാവും. അപ്പോൾ തൃശ്ശൂർ സീറ്റിന് വേണ്ടി 4ഓളം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴേ തലക്കിടിച്ച് നിൽപ്പാണ്. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളടക്കം തൃശ്ശൂർ ജില്ലയിലെ പ്രമുഖ നേതാക്കളടക്കം ഈ തൃശ്ശൂർ സീറ്റിന് വേണ്ടി തലക്കിടിച്ച് നിൽക്കുമ്പോൾ അവിടെ സന്ദീപ് വാര്യരെ കൊണ്ട് മത്സരിപ്പിച്ചാൽ അവർ കൂട്ടത്തോടെ സന്ദീപിനെ കാലുവാരി തോപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ നന്നായി അറിയാം. അതുകൊണ്ട് ഇപ്പോൾ സന്ദീപിനെ എവിടെ കൊണ്ട് നിർത്തും? ഇനി ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളായ കോൺഗ്രസ് മത്സരിക്കുന്ന തവനൂർ അല്ലെങ്കിൽ പൊന്നാനി തുടങ്ങിയ മണ്ഡലങ്ങളിൽ സന്ദീപൻ നിർത്തിയാൽ ഒരുപക്ഷെ ലീഗ് ജയിപ്പിച്ചു കൊടുക്കും. കാരണം ലീഗിന് കോൺഗ്രസിൻ്റെ പോലെ കാലുവാരില്ലല്ലോ. കാലുവാരാത്തതുകൊണ്ട് ലീഗ് നേതൃത്വം പറയുന്നത് കേൾക്കുന്ന ലീഗണികൾ സന്ദീപ് വാര്യരെ പൊന്നാനിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നോ വിജയിപ്പിക്കുമെന്നുള്ള ഒരു വിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. തവനൂർ പോലുള്ള മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളിലോ നിർത്തിയാൽ അദ്ദേഹത്തെ വിജയിപ്പിക്കുന്ന കാര്യം ലീഗ് തന്നെ ഏറ്റെടുക്കുമെന്നുള്ളതുകൊണ്ട് കോൺഗ്രസിന് തലവേദനയില്ല. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർക്ക് VD സതീശൻ കൊടുത്ത വാക്ക് പാലിക്കുകയും ചെയ്യാം. അതാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സന്ദീപ് വാര്യർക്ക് ഏതായാലും സീറ്റ് കൊടുത്തേ മതിയാവൂ. പക്ഷേ അദ്ദേഹം എവിടെ മത്സരിക്കും? തൃശ്ശൂരിലോ പൊന്നാനിയിലോ അല്ലെങ്കിൽ പാലക്കാട് തന്നെയോ? ഇതൊന്നും ഇപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. പക്ഷേ സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അത് വലിയ പുലിവായലായി മാറും. അദ്ദേഹം ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാമെന്ന് നേതാക്കളെല്ലാം ഉറപ്പ് പറഞ്ഞതാണ്. ഇനി സീറ്റ് കൊടുത്തില്ലെങ്കിൽ, തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നമായി തീരും. അദ്ദേഹം പൊട്ടിത്തെറിച്ചാൽ പിന്നെ അതിൻ്റെ ബാധ്യതയും കോൺഗ്രസിൻ്റെ തലയിൽ വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കണം. പക്ഷേ സന്ദീപിന് ആഗ്രഹം പാലക്കാട് സീറ്റാണ്. പാലക്കാട് സീറ്റിലേക്ക് രാഹുലും ഷാഫിയും സന്ദീപിനെ അടുപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന ആലോചനയിലാണ് കോൺഗ്രസ് നേതൃത്വം.